നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. കേരളത്തിലെ പോലീസ് നരനായാട്ടിനെതിരെ ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 25ഓളം നേതാക്കളെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു നീക്കി. അരമണിക്കൂറോളം യുദ്ധക്കളമായി നഗരം. യുവാവിന്റെ ആത്മഹത്യ. വടക്കാഞ്ചേരിയിൽ വനം വകുപ്പിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും കുടുംബവും. കാട്ടുപന്നിയുടെ മാംസം വിൽപ്പന നടത്തിയെന്ന കേസിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ കാഞ്ഞിരംകോട് സ്വദേശിയായ യുവാവിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് രാവിലെ. ജാമ്യത്തിലിറങ്ങിയ ശേഷം മൊബൈൽ ഫോൺ തിരികെ വാങ്ങാൻ ചെന്ന യുവാവിനെ ഉദ്യോഗസ്ഥർ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന് നാട്ടുകാർ. പ്രതിഷേധം അവസാനിപ്പിച്ചത് സമഗ്ര അന്വേഷണം നടത്തുമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉറപ്പിനെ തുടർന്ന്. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ മനസ്സിനെ പാകപ്പെടുത്താൻ കൂടി വ്യായാമം സഹായകരമാണെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. പാലക്കാട് മോയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓപ്പൺ ജിം ആരംഭിച്ചു. ഓപ്പൺ ജിം ഒരുക്കിയത് എം.പി. ഫണ്ടിൽ നിന്ന് അനുവദിച്ച 10 ലക്ഷം രൂപ ചെലവഴിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിലെ പോലീസ് നരനായാട്ടിനെതിരെ ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് യൂത്ത് കോൺഗ്രസ് തൃത്താല, പട്ടാമ്പി, ഒറ്റപ്പാലം, ഷൊർണൂർ നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. പൊതുവാൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഷൊർണൂർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ.എസ്. ജയഘോഷ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും വടക്കാഞ്ചേരിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖംമൂടി അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ജയഘോഷ് ആവശ്യപ്പെട്ടു. ചൊവ്വന്നൂർ പ്രദേശത്തെ ഒരു ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായി ജോലി ചെയ്യുന്ന മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുജിത്ത് അവരുടെ പ്രദേശത്തെ 2 ചെറുപ്പക്കാരെ ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് പോവാൻ പോലീസ് തുനിഞ്ഞപ്പോൾ അത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ ആ സുജിത്തിനെ ആ സ്ഥലത്ത് വെച്ചും അതിനുശേഷം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയും അതിക്രൂരമായ രീതിയിലാണ് അന്നത്തെ SHO പട്ടാമ്പിക്കാരനായ ഷാജഹാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അതിദാരുണമായ രീതിയിലാണ് മർദ്ദിക്കുകയുണ്ടായത്. അതിന് നേതൃത്വം കൊടുത്ത 4 പോലീസ് ഉദ്യോഗസ്ഥരെ ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതിൽ 4 പേരല്ല, അതിലെ പഴയന്നൂർ പഞ്ചായത്തിൽ BEO ജോലി ചെയ്യുന്ന ആൾ ഉൾപ്പെടെ 5 പേരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം, അവിടെ KSUം SFIയും തമ്മിൽ നടന്ന വടക്കാഞ്ചേരിയിൽ വെച്ച് നടന്ന ഒരു സംഘർഷത്തിന്റെ പേരിൽ KSUവിന്റെ 3 സഹപ്രവർത്തകരെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേശൻ ഉൾപ്പെടെയുള്ള 3 കേരള വിദ്യാർത്ഥി യൂണിയൻ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കയ്യിൽ വിലങ്ങ് വെച്ച് കറുത്ത മുഖമൂടി കൊണ്ട് മറച്ചു കെട്ടിയാണ് കോടതിയിൽ ഹാജരാക്കിയത്. കോടതി തന്നെ ആ ഹാജരാക്കിയ സമയത്ത് തന്നെ പോലീസിനോട് വിശദീകരണം ചോദിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ബാരിക്കേഡ് മറികടന്ന് ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.
അരമണിക്കൂർ നീണ്ടുനിന്ന ജലപീരങ്കി പ്രയോഗത്തിനിടെ സമീപത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചതായും പരാതിയുണ്ട്. ഇതിനിടെ ബാരിക്കേഡ് മറികടക്കാൻ വീണ്ടും ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് വിനോദ് കളത്തൊടി, മണ്ഡലം പ്രസിഡന്റ് TK ആഷിഖ്, ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ആഷിഖ്, ഷാഫി മരുദൂർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 25ഓളം പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വടക്കാഞ്ചേരിയിൽ കാട്ടുപന്നിയുടെ മാംസം വിൽപ്പന നടത്തിയെന്ന കേസിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ യുവാവ് തൂങ്ങിമരിച്ച സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും കുടുംബവും. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് വടക്കൻ വീട്ടിൽ 30 വയസ്സുള്ള മിഥുൻ ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യമാണ് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. വെള്ളിയാഴ്ച രാവിലെ വീടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് മിഥുനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോൺ വാങ്ങാൻ ചെന്ന മിഥുനെ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചുവെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും കുടുംബവും നാട്ടുകാരും ആവശ്യപ്പെട്ടു. അതേസമയം സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്നും മിഥുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകാൻ സർക്കാരിലേക്ക് ശുപാർശ ചെയ്യുമെന്നും ജില്ലാ ഭരണകൂടം കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ സമാധാനിച്ചു, പക്ഷേ പോയതറിഞ്ഞില്ല സാറേ. അയ്യോ, ഞാൻ ഒരു മോനുണ്ടായിരുന്നതാണ്, അതിനെങ്ങനെ ചെയ്തില്ല അവര്. അയ്യോ, ഫോണ് പോയി എന്ന് പറഞ്ഞ് സങ്കടം, അവരിച്ച് ഭീതി വരുത്തിയെന്ന് സങ്കടം. എന്തൊക്കെയായിരുന്നു കുട്ടികൾ, 2 കുഞ്ഞുമക്കളെ ഈ അമ്മേനും ഭാര്യനും ഇട്ടിട്ട് അവൻ പോയില്ലേ. അവരെന്താ ചെയ്തതൊന്നും അറിയും സാറേ. അവരെന്തോ ഇന്നലെ അവിടെ പോയിട്ട് ചെയ്തതൊന്നും അറിയും സാറേ. അവര് മോനോട് അച്ഛനോട് ഇല്ലാത്തതാണ്, അവൻ്റെ അതുകൊണ്ടാണ് ഞങ്ങൾ താത്താണല്ലോട് ജീവിക്കുന്നവരാ ഞങ്ങള്. ഈ ഓട്ടോറിക്ഷ ഓടിയിട്ട് കിട്ടിയിട്ട് വേണം, അത് ഇന്നലെ ഒരു ഓട്ടം കിട്ടിയിട്ടില്ല. പന്നിയിറച്ചി വാങ്ങിയെന്ന കേസിലാണ് വനംവകുപ്പ് മിഥുനെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. പിന്നാലെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോൺ വാങ്ങാൻ വ്യാഴാഴ്ചയാണ് പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ മിഥുൻ എത്തിയത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ മിഥുനെ തടഞ്ഞുവെച്ച് മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും ആരോപണം. വനംവകുപ്പിൻ്റെ മർദ്ദനത്തിലും സ്ഥിരം മൃഗവേട്ടക്കാർ എന്ന രീതിയിൽ വന്ന മാധ്യമ വാർത്തകളിലും മനോവിഷമത്തിൽ മിഥുൻ പുലർച്ചെ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു. അതിനുശേഷം ഈ മിഥുൻ എന്ന് പറഞ്ഞ വ്യക്തി വളരെ മാനസിക ടെൻഷനിലും ഒരു മെൻ്റൽ ഡിപ്രഷൻ പോലെയാണ് മിഥുനുണ്ടായിരുന്നത്. മിഥുൻ്റെ ഫോൺ അവർ മേടിച്ചിരിക്കുകയുണ്ടായി. ഫോൺ അവർ പിന്നീട് തരാമെന്ന് പറഞ്ഞു, പക്ഷേ ഫോൺ അവൻ ചെന്ന് ചോദിച്ച സമയത്ത് കൊടുക്കുകയുണ്ടായില്ല. അതിൻ്റെയും ആകെ ടെൻഷനിലാണ് ഈ മിഥുൻ ആകെ ഒരു ലോൺ എടുത്ത് കടം മേടിച്ചാണ് ഒരു ഓട്ടോറിക്ഷ മേടിച്ചത്. ആ ഓട്ടോറിക്ഷ മേടിച്ച് ഉപജീവനം നടത്തുന്ന വ്യക്തിയാണ്. ആ വ്യക്തി ഇപ്പോൾ ഇന്നലെ രാത്രി 11 മണി മുതലേ അവൻ മിസ്സിംഗ് ആയിരുന്നു. ഞങ്ങൾ ഈ പ്രദേശത്തെ എല്ലാ നാട്ടുകാരും ഈ പ്രദേശം മുഴുവൻ തെരഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവൻ്റെ വീടിൻ്റെ മുൻവശത്തുള്ള പറമ്പിൽ നിന്നും അവൻ ഒരു മരത്തിൻ്റെ മുകളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ അവനെ കാണപ്പെടുകയുണ്ടായത്. ഇപ്പോൾ അവൻ അത്രയും മനോവിഷമത്തിലായിരുന്നുണ്ടായത്. കാരണം ഇവർ അറസ്റ്റ് ചെയ്തതിൻ്റെ വിഷമമല്ല, ഒരു 3 മാസം മുന്നേ മേടിച്ച 1 കിലോ പന്നിയിറച്ചി മേടിച്ചു എന്ന ഒരു കാരണത്തിൻ്റെ പേരിലാണ് ഈ മിഥുൻ എന്ന വ്യക്തിയെ അവർ പിടിച്ചുകൊണ്ടുപോവുകയും അവനെ പിറ്റേ ദിവസം അവൻ പിടിച്ചുകൊണ്ടുപോയാൽ ആ കേസിന് അവർ അറസ്റ്റ് ചെയ്തോട്ടെ, അത് അതിനുള്ള നടപടി എടുത്തോട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമുള്ളതല്ല. പക്ഷേ അവനെ പിന്നീട് ന്യൂസുകളിലും ദൃശ്യമാധ്യമങ്ങളിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളിലും പത്രങ്ങളിലും എല്ലാം പിറ്റേ ദിവസം ഇവരെ ഒരു 3 പേരെ അവർ സ്ഥിരം പന്നിയെ വേട്ടയാടുന്ന കെണിവെച്ച് പിടിക്കുന്ന വ്യക്തികളായി ചിത്രീകരിച്ചുകൊണ്ട് അവർക്ക് സ്ഥിരം ഇതിനാണ് അവരെ പണിയെന്ന് വിൽപ്പനക്കാരായിട്ട് ഈ കാട്ടുപന്നിയുടെ ഇറച്ചി വിൽപ്പനക്കാരായിട്ട് ചിത്രീകരിച്ച ആ വിഷമത്തിലാണ് ഈ മിഥുൻ എന്ന വ്യക്തി ഇന്നിപ്പോൾ ഇന്ന് പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. മിഥുൻ്റെ ഭാര്യയ്ക്ക് ജോലി നൽകണമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് മൃതദേഹം താഴെ ഇറക്കുന്നത് നാട്ടുകാർ തടഞ്ഞു. ഒടുവിൽ ജില്ലാ ഭരണകൂടത്തിനു വേണ്ടി സബ് കളക്ടർ നേരിട്ടെത്തി നടത്തിയ ചർച്ചയിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടു നൽകാൻ നാട്ടുകാരും ബന്ധുക്കളും തയ്യാറായത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്താമെന്നും
മിഥുൻ്റെ ഭാര്യയ്ക്ക് ജോലി നൽകുന്ന കാര്യം സർക്കാരിലേക്ക് ശുപാർശ ചെയ്യാമെന്നും സബ് കളക്ടർ ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേന്ദ്ര സർക്കാരിന്റെ ടെലി കമ്മ്യൂണിക്കേഷൻ സമൃദ്ധ് പദ്ധതിയിൽ മങ്കര ഗ്രാമപഞ്ചായത്തും പദ്ധതിയുടെ ബ്രോഷർ BSNL AGM ബാലൻ, അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ ധീരജ് എന്നിവർ മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസിന് കൈമാറി. കേന്ദ്ര സർക്കാരിന്റെ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് സംസ്ഥാന വ്യാപകമായി 152 പഞ്ചായത്തുകളെ സമൃദ്ധ ഗ്രാമപഞ്ചായത്തുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ മങ്കര പഞ്ചായത്തും ഇടം പിടിച്ചു. പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ ആകെ വീടുകളുടെ 5% വീടുകളിൽ ചുരുങ്ങിയ ചെലവിൽ അതിവേഗതയുള്ള ഇൻ്റർനെറ്റ് ലഭ്യമാക്കും. ചുരുങ്ങിയ സാമ്പത്തിക സഹായത്തോടെ വീടുകളിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ നൽകി ഫൈബർ ടു ദ ഹോം എന്ന പദ്ധതി നടപ്പിലാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. മങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെ മികച്ച പ്രവർത്തനങ്ങൾ കണക്കാക്കിയാണ് പദ്ധതിക്ക് ഈ പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തത്. ഡിജിറ്റൽ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതോടെ ഗ്രാമീണ മേഖലകളിൽ വളർച്ച കൈവരിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. മെച്ചപ്പെട്ട ഡിജിറ്റൽ സംവിധാനങ്ങളും സാമ്പത്തിക അവസരങ്ങളുമുള്ള ഒരു മാതൃകാ ഗ്രാമമാക്കി മാറ്റുന്നതിനുള്ള ഇന്ത്യയുടെ ഭാരത് നെറ്റ് സംരംഭത്തിന് കീഴിലുള്ള ഒരു പൈലറ്റ് പദ്ധതിയാണ് സമൃദ്ധ് ഗ്രാമപഞ്ചായത്ത്. 5% വീടുകളിലാണ് പദ്ധതി ആദ്യം നടപ്പാക്കുക. ആവശ്യമുള്ള മുഴുവൻ വീടുകൾക്കും പിന്നീട് കണക്ഷൻ നൽകും. പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം BSNL AGM ബാലൻ, അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ ധീരജ് എന്നിവർ പദ്ധതിയുടെ ബ്രോഷർ പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസിന് കൈമാറി. BSNL ഉദ്യോഗസ്ഥരായ P. ശ്രീദേവി, സോളമൻ പാലക്കാട്, പ്രതീഷ് പത്തിരിപ്പാല തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒന്ന് മങ്കര ഗ്രാമപഞ്ചായത്താണ് എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ വീടുകളിലേക്ക് സൗജന്യ നിരക്കിൽ ഇൻ്റർനെറ്റ് സംവിധാനം എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. വരുന്ന 3 മാസത്തിനകം ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ട നടപടികളുമായാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ആദ്യ യോഗം കഴിഞ്ഞ ദിവസം അക്കൗണ്ട്സ് ഓഫീസർ തിരുവനന്തപുരത്തെ ധീരജിൻ്റെ കൂടി നേതൃത്വത്തിലുള്ള ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗക്കാരും പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള ചർച്ചകൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കും. നമുക്കറിയാം, ഇന്ന് ഇന്റർനെറ്റിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സേവനങ്ങളും ഇന്റർനെറ്റിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായി സാധാരണക്കാരന് ലാഭം ലഭിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നടത്തുന്ന ഈ പദ്ധതിയിൽ മുഴുവൻ ആളുകൾക്കും, താല്പര്യമുള്ള മുഴുവൻ ആളുകൾക്കും കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ട നടപടി മങ്കര ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വിദ്യാർത്ഥികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പാലക്കാട് ഗവൺമെന്റ് മോയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓപ്പൺ ജിം ആരംഭിച്ചു. ലക്ഷ്യത്തിലേക്ക് പറന്നെത്താൻ യുവത ആരോഗ്യത്തോടെ മുന്നേറണമെന്ന് ഓപ്പൺ ജിം ഉദ്ഘാടനം ചെയ്ത VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ആരോഗ്യമുള്ള മനസ്സിന് ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ്. വ്യായാമത്തിലൂടെ ലഭിക്കുന്നത് രോഗപ്രതിരോധ ശേഷി മാത്രമല്ല, ലക്ഷ്യം കൈവരിക്കാനായി മനസ്സുകൂടി പാകപ്പെടും. വ്യായാമത്തിൽ ഏകാഗ്രത ലഭിക്കുന്നതിലൂടെ പാഠ്യേതര വിഷയങ്ങളിലും വിദ്യാർത്ഥികൾക്ക് മികവ് പുലർത്താനാകുമെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. MP ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മോയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓപ്പൺ ജിം ഒരുക്കിയത്. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി കൃഷ്ണകുമാർ, പ്രിൻസിപ്പാൾ UK ലത, PTA പ്രസിഡന്റ് അരവിന്ദാക്ഷൻ, SMC ചെയർമാൻ B ദിവ്യ, MPTA പ്രസിഡന്റ് KC ധന്യ, പ്രധാനാധ്യാപിക GA ശ്രീജ, സ്റ്റാഫ് സെക്രട്ടറി T ജിഗേഷ്, H രമേഷ്, H തീർത്ത, PP പ്രീജ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
മാങ്കുർശ്ശിയിൽ പാലക്കാട് കുളപ്പള്ളി പാതയിലെ ചളി കെട്ടിയ അഴുക്കുചാൽ ശുചീകരണം തുടങ്ങി. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണം. വർഷങ്ങൾക്ക് മുമ്പ് മലേഷ്യൻ കമ്പനി നിർമ്മിച്ച അഴുക്കുചാലാണ് മണ്ണും ചെളിയും മാലിന്യങ്ങളും നിറഞ്ഞ് അടഞ്ഞുകിടക്കുന്നത്. പലപ്പോഴും മലിനജലം റോഡിലേക്ക് ഒഴുകുന്ന അവസ്ഥയുണ്ട്. പാലക്കാട് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണം. JCB ഉപയോഗിച്ച് സ്ലാബുകൾ നീക്കിയ ശേഷം അടിഞ്ഞുകൂടിയ മണ്ണ് മാറ്റുന്ന പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. മങ്കര, മാങ്കുർശ്ശി മേഖലകളിലാണ് ഇപ്പോൾ ശുചീകരണം നടത്തുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തിയെ നാട്ടുകാർ അഭിനന്ദിച്ചു. തീർച്ചയായിട്ടും ഇത് വൃത്തിയാക്കി ഇനി നമ്മൾ ഇവിടുത്തെ വ്യാപാരി വ്യവസായികളോടും കൂടി പറഞ്ഞ് ഒരു കാരണവശാലും ഇതിന് വേസ്റ്റ് ഇടരുത്. അങ്ങനെ വൃത്തിയായി ഒരു നാടായി നമ്മുടെ രാജ്യം മാറണം. അതിന് ഓഫീസർമാർക്ക് വളരെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുതുരുത്തി കലാമണ്ഡലത്തിൽ പട്ടിക്കാംതൊടി രാവണി മേനോൻ അനുസ്മരണവും ഗുരുസ്മരണ ദിനാചരണവും നടന്നു. രാവിലെ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കലാമണ്ഡലം MPS നമ്പൂതിരി അനുസ്മരണ പ്രഭാഷണം നടത്തി. കലാമണ്ഡലം കൂത്തമ്പലത്തിലായിരുന്നു അനുസ്മരണ പരിപാടി. കലാമണ്ഡലം MPS നമ്പൂതിരി അനുസ്മരണ പ്രഭാഷണം നടത്തി. കളി എന്നുള്ള ആ ഒരു കലയിലേക്ക് നാട്യശാസ്ത്രത്തിൻ്റെ ഒരു തരത്തിലുള്ള പ്രാണവായു കടന്നു വരുന്നത് രാവണ്യമേശാനിൽ കൂടിയാണ് എന്നുള്ള ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് ഞാനിവിടെ അത് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കളരിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കവടിഭാഷയെക്കുറിച്ച് കഥകളി എന്ന നൃത്യകലയിലേക്ക് ഭരതമുനിയുടെ നാട്യശാസ്ത്ര സംസ്കാരത്തിൻ്റെ പ്രാണവായു സന്നിവേശിപ്പിച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ മഹത്തായ നേട്ടം. ആകാശ് വേണുഗോപാൽ ആമുഖ പ്രസംഗം നടത്തി. തുടർന്ന് സുഭദ്രാഹരണം കഥകളി അരങ്ങേറി. ശ്രീകൃഷ്ണനായി കലാമണ്ഡലം അരുൺ വാര്യർ, രുക്മിണിയായി നന്ദിത, സത്യഭാമയായി റിയ, അർജുനനായി കലാമണ്ഡലം മുകുന്ദൻ, സുഭദ്രയായി CR ഗോകുൽ, ഇന്ദ്രനായി അഭിജിത്ത്, ബ്രാഹ്മണരായി സൂര്യകിരൺ, യതീന്ദ്രൻ, ഭരതൻ, ഹരികൃഷ്ണൻ, ബലഭദ്രനായി കലാമണ്ഡലം സുദീപ്, ശ്രീകൃഷ്ണൻ രണ്ടാമനായി കലാമണ്ഡലം വിവേക് എന്നിവർ അരങ്ങിലെത്തി. ദിനാചരണത്തിന് പ്രൊഫസർ കലാമണ്ഡലം MPS നമ്പൂതിരി, കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ BK അനന്തകൃഷ്ണൻ, രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ, അക്കാഡമിക് കോർഡിനേറ്റർ കലാമണ്ഡലം ഹരിനാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്തിലെ അതിജീവനം വളണ്ടിയർമാർക്ക് യൂണിഫോമും കിറ്റും വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പാലക്കാട് ജില്ലയിൽ കുഴൽമന്ദം ബ്ലോക്കിൽ മാത്രമുള്ള ജീവിതശൈലി രോഗനിയന്ത്രണ പ്രൊജക്റ്റാണ് അതിജീവനം. ഇതുപ്രകാരം ബ്ലോക്കിന് കീഴിലുള്ള 7 പഞ്ചായത്ത് പ്രദേശത്തെ പട്ടികജാതി കോളനികളിലെ 60 വയസ്സ് കഴിഞ്ഞവരെ വീട്ടിൽ ചെന്ന് പരിശോധിക്കുന്ന 35 അതിജീവനം വളണ്ടിയർമാർക്കാണ് യൂണിഫോമും കോട്ടും കിറ്റും വിതരണം ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. സൂപ്രണ്ട് ഡോക്ടർ MA സിന്ധു പദ്ധതി വിശദീകരിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർ M പ്രമോദ് സ്വാഗതവും PK ശ്രീജ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലപ്പുറം ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം 22 മുതൽ ഒക്ടോബർ 2 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചിനക്കത്തൂർ നവരാത്രി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നവരാത്രി ആഘോഷവും പുരസ്കാര സമർപ്പണവും നടക്കുക. ചിനക്കത്തൂർ നവരാത്രി പുരസ്കാരത്തിന് കളപ്പാട്ട് കലാകാരൻ കല്ലാട്ട് സജിക്കുറുപ്പ് അർഹനായെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 27 വർഷമായി കളമ്പാട്ട് കലാകാരനാണ്. 10,111 രൂപയും അവാർഡുമാണ് സമ്മാനം. നവരാത്രി മഹോത്സവ പരിപാടികൾ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ P കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും.
നൃത്തനൃത്യങ്ങൾ സ്റ്റാർ സിംഗർ സീസൺ 9 ഫെയിം ഭവിൻ ആൻഡ് സിയാദ് എന്നിവരുടെ നേതൃത്വത്തിൽ ഡിവോഷണൽ നൈറ്റ് തുടങ്ങി വിവിധ കലാപരിപാടികൾ നടക്കും. 22 മുതൽ ഒക്ടോബർ 2 വരെ വിവിധ പരിപാടികൾ ഉണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പാലപ്പുറം ശ്രീ ചെനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിലെ 2025 നവരാത്രി മഹോത്സവത്തിൻ്റെ ആരംഭം സെപ്റ്റംബർ 22 തൊട്ട് ഒക്ടോബർ 2 വരെ നടക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ കൂടുതൽ സെലക്റ്റീവായിട്ട് തന്നെ, അതായത് ക്വാളിറ്റിയെ അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് ഏകദേശം 85ഓളം ടീമുകൾ, 480ഓളം കലാകാരന്മാരെ ഭഗവതിയുടെ ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിട്ടുള്ള സരസ്വതി മണ്ഡപത്തിൽ തങ്ങളുടെ കലകൾ ദേവിക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലും ഇതുപോലെ നമുക്ക് ഇത്രയും ടീമുകൾ പങ്കെടുത്തിരുന്നു. പിന്നെ ഈ വർഷത്തെ നമ്മുടെ നവരാത്രി കമ്മിറ്റി ചെയ്യുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കുറേ പെയ്ഡ് പ്രോഗ്രാംസ് മറ്റുള്ള ടീമുകളെ പല ഭാഗങ്ങളിൽ നിന്നും പൈസ കൊടുത്ത് കൊണ്ടുവന്ന് നമ്മുടെ വേദിയിൽ നല്ല പ്രോഗ്രാമുകൾ ചെയ്യിപ്പിച്ചിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം അപ്പോൾ അത്തരത്തിൽ വെറുതെ ഒരു സാമ്പത്തികമായിട്ടൊരു ബാധ്യത ഉണ്ടാക്കുന്നതിലുപരി നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചിലവാക്കുന്ന ഒരു പൈസയ്ക്ക് ഒരു മൂല്യം വേണം എന്നുള്ള കമ്മിറ്റിയുടെ കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രകലകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച അല്ലെങ്കിൽ വളരെ വർഷങ്ങളായി ക്ഷേത്രകലകൾ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന കലാകാരന്മാരെ തിരഞ്ഞെടുത്ത് അതിൽ നിന്നും ഒരാൾക്ക് നമ്മൾ പുതിയ ഒരു സംരംഭമായിക്കൊണ്ട് ശ്രീ ചിനക്കത്തൂർ നവരാത്രി പുരസ്കാരം എന്ന നാമകരണം ചെയ്ത ഒരു അവാർഡ് അല്ലെങ്കിൽ നമ്മളൊരു പുരസ്കാരം അവർക്ക് സമർപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചിനക്കത്തൂർ നവരാത്രി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് KG ബാബു പ്രസാദ്, സെക്രട്ടറി AV ഹരിദാസൻ, പ്രോഗ്രാം കോർഡിനേറ്റർ A ഹരീഷ്, ഉപദേശക സമിതി അംഗം K വേണുഗോപാൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിലെ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ യുവ ഫുട്ബോൾ താരം TM വിഷ്ണുവിന് ആദരം. ഷൊർണൂർ സ്വദേശിയായ വിഷ്ണു ഈസ്റ്റ് ബംഗാൾ FC താരമാണ്. കുട്ടികളെ കായിക മേഖലയോട് അടുപ്പിക്കുന്നതിനും മികച്ച മാതൃകകൾ മുന്നോട്ട് വയ്ക്കുന്നതിനുമായാണ് സെന്റ് ആന്റണീസ് LP സ്കൂളിലെ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഷൊർണൂരിൻ്റെ അഭിമാന താരവും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈസ്റ്റ് ബംഗാൾ FC താരവുമായ TM വിഷ്ണുവിനെ ആദരിച്ചത്. ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് EC വിനീത, അധ്യാപകർ, സ്പോർട്സ് ക്ലബ് അംഗങ്ങളായ ആദികേഷ്, നിയാസ്, രജിൻദാസ്, ജിയ, ഹർഷിത, മറ്റ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. TM വിഷ്ണു തൻ്റെ അനുഭവങ്ങളും വിജയരഹസ്യവും കുട്ടികളുമായി പങ്കുവച്ചു. സ്പോർട്സ് ക്ലബ്ബ് കൺവീനർ സിദ്ദിഖ് നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ഷൊർണൂർ വിഷ്ണു ആയുർവേദ കോളേജ് ഫ്ലാഷ് മോബും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലായിരുന്നു പരിപാടി. ഡോക്ടർ നാഗഭൂഷണം, ഡോക്ടർ പ്രവീൺ, ഡോക്ടർ ആദർശ്, ജി ദാസ്, ഡോക്ടർ രേഷ്മ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ പോലീസ് നരനായാട്ടിനെതിരെ ഷൊർണൂർ DYSP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 25ഓളം നേതാക്കളെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു നീക്കി. അരമണിക്കൂറോളം യുദ്ധക്കളമായി നഗരം. യുവാവിന്റെ ആത്മഹത്യ. വടക്കാഞ്ചേരിയിൽ വനം വകുപ്പിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും കുടുംബവും. കാട്ടുപന്നിയുടെ മാംസം വിൽപ്പന നടത്തിയെന്ന കേസിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ കാഞ്ഞിരംകോട് സ്വദേശിയായ യുവാവിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് രാവിലെ. ജാമ്യത്തിലിറങ്ങിയ ശേഷം മൊബൈൽ ഫോൺ തിരികെ വാങ്ങാൻ ചെന്ന യുവാവിനെ ഉദ്യോഗസ്ഥർ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന് നാട്ടുകാർ. പ്രതിഷേധം അവസാനിപ്പിച്ചത് സമഗ്ര അന്വേഷണം നടത്തുമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉറപ്പിനെ തുടർന്ന്.
ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ മനസ്സിനെ പാകപ്പെടുത്താൻ കൂടി വ്യായാമം സഹായകരമാണെന്ന് വി കെ ശ്രീകണ്ഠൻ MP. പാലക്കാട് മോയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓപ്പൺ ജിം ആരംഭിച്ചു. ഓപ്പൺ ജിം ഒരുക്കിയത് MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച 10 ലക്ഷം രൂപ ചെലവഴിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.